അപ്പോൾ നമ്മുടെ വെക്കേഷനൊക്കെ തീരാൻ പോവുകയാണ്. നമ്മൾ പഠിത്തത്തിലേക്ക് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മളും ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് 10ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 100 കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു 90 കുട്ടികൾക്കും മാത്സ് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഇഷ്ടമില്ലായിരിക്കും. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബേസിക്സിനെ കുറിച്ച് വലിയ ധാരണയില്ല, അല്ലെങ്കിൽ ബേസിക്സ് വലുതായിട്ട് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഈ 10ാം ക്ലാസ്സിലെ മാത്സ് അല്ലെങ്കിൽ മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ 10ലേക്ക് കയറുമ്പോൾ മാത്സിൻ്റെ ബേസിക്സിൽ എല്ലാം ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഏറ്റവും സിമ്പിളായിട്ട് അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. കാര്യം മാത്സ് അറിയണമെങ്കിൽ നിങ്ങൾ 4 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, നിർബന്ധമാണ്. കൂട്ടാൻ അറിഞ്ഞിരിക്കണം, കുറയ്ക്കാൻ അറിഞ്ഞിരിക്കണം, ഗുണിക്കാൻ അറിഞ്ഞിരിക്കണം, ഹരിക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് 4 അല്ല ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മളിത് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. 4ഉം 3ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്? നിങ്ങൾക്കറിയാം, എല്ലാവരും പറയും 4ഉം 3ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്? 4ഉം 3ഉം കൂടി കൂട്ടിയാൽ 7 ആണ്, അല്ലേ? ഇനി വേറെ രീതി ചോദിച്ചു കഴിഞ്ഞാൽ 4ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണെന്ന് ചോദിക്കും. അതും എല്ലാവർക്കും അറിയാം. 4ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ്? 4 പേരെല്ലാം എടുത്തിട്ട് 3 എണ്ണം മാറ്റി കളയുമ്പോൾ ബാക്കി എത്ര ഉണ്ട്? 1 എണ്ണം. 1. പക്ഷെ നമുക്കൊരു പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് സംശയങ്ങൾ വരുന്നത് ഇതിലാണ്. -4 -3 ഇതിൻ്റെ ആൻസർ എത്രയാണ്? അല്ലെങ്കിൽ -4 +3 ഇതിൻ്റെ ആൻസർ എത്രയാണ്? -3 +4 ഇതിൻ്റെ ആൻസർ എത്രയാണ്? അല്ലെങ്കിൽ സിമ്പിളായിട്ട് 3 - 4 ഇതിൻ്റെ ആൻസർ എത്രയാണ്? ഇതൊക്കെയാണ് നമുക്ക് സംശയം വരുന്നത്. ഇതെങ്ങനെ സംശയിക്കേണ്ട സാധനങ്ങളൊന്നുമല്ല. ഇത്രയും 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ചോദ്യങ്ങൾ ചെയ്യാം. 1, ഇത് നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും മാത്രമുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ കൂട്ടാൻ അല്ലെങ്കിൽ കുറയ്ക്കാനാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ശ്രദ്ധിച്ചു, ഒരു ചോദ്യം നിങ്ങളോട് പറയുവാണ് -5 -3. ഇങ്ങനെ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ നമ്പറുകളുടെ ചിഹ്നം എന്താണെന്നാണ്. ഒരു നമ്പറിൻ്റെ തൊട്ട് പുറകിൽ എഴുതിയിരിക്കുന്നതാണ് അതിൻ്റെ ചിഹ്നം. ഇവിടെ 3ൻ്റെ ചിഹ്നം എന്താണ്? മൈനസ്. 5ൻ്റെ ചിഹ്നം എന്താണ്? മൈനസ്. ഇവിടെ നോക്കിയേ, ഇവിടെ 3ൻ്റെ ചിഹ്നം എന്താണ്? ഈ 3ൻ്റെ തൊട്ട് പുറകിൽ എഴുതിയിരിക്കുന്നതാണ് പ്ലസ്. അപ്പോൾ ഈ 4ൻ്റെ ചിഹ്നം എന്താണ്? ഈ പ്ലസ് അല്ല, 4ൻ്റെ പുറകിൽ നോക്കണം. പുറകിൽ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ പ്ലസ് ആണ്, മൈനസ് ആണെങ്കിൽ അവരവിടെ എഴുതും. ഇവിടെ നോക്കൂ, ഈ 3ൻ്റെ ചിഹ്നം എന്താണ്? മൈനസ്. 4ൻ്റെ ചിഹ്നം എന്താണ്? മൈനസ്. ഈ 3ൻ്റെ ചിഹ്നം എന്താണ്? പ്ലസ്. 4ൻ്റെ ചിഹ്നം എന്താണ്? മൈനസ്. ഈ 4ൻ്റെ ചിഹ്നം എന്താണ്? പ്ലസ്. 3ൻ്റെ ചിഹ്നം എന്താണ്? മൈനസ്. ഈ 4ൻ്റെ സൈൻ അല്ലെങ്കിൽ ചിഹ്നം മൈനസ് ആണ്. ഈ 3ൻ്റെ പുറകിൽ ഒന്നും എഴുതിയിട്ടില്ല. ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അവിടെ എന്തുണ്ട്? പ്ലസ് ഉണ്ട് എന്ന് ആലോചിച്ചോളൂ. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങളുടെ ചോദ്യത്തിൽ ഇവിടെ നോക്കി, 3ൻ്റെ ചിഹ്നം മൈനസ്, 5ൻ്റെ ചിഹ്നം മൈനസ്. രണ്ടും ഒരേ ചിഹ്നമാണെങ്കിൽ എന്താണ്? രണ്ടും ഒരേ ചിഹ്നമാണെങ്കിൽ, ഇവിടെ 2ൻ്റെയും ചിഹ്നം മൈനസ് അല്ലേ? രണ്ടും ഒരേ ചിഹ്നമാണെങ്കിൽ നിങ്ങൾ ഈ 2 നമ്പറും കൂടി കൂട്ടണം. 5ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 8. ഇനി അവിടെ കാണുന്ന ഒരു ചിഹ്നമില്ലേ, അത് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. അവിടെ കാണുന്ന മൈനസ് അല്ലേ, നിങ്ങൾ ആ മൈനസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മനസ്സിലായില്ലേ? എളുപ്പമല്ലേ? ഇവിടെ നോക്കി, -4 -6 രണ്ടിൻ്റെയും ഒരേ ചിഹ്നമാണ്. 2ൻ്റെ ഒരേ ചിഹ്നമല്ലേ? രണ്ടും മൈനസ് ആണ്. രണ്ടും മൈനസ് ആകുമ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി 10 എഴുതണം. ഇവിടുത്തെ ചിഹ്നമായ മൈനസ് ഇട്ട് കൊടുക്കണം. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പം. ഇപ്പൊ ഇവിടെ നോക്ക്, -3 -7 എങ്ങനെ ചെയ്യും? രണ്ടും മൈനസ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ടും കൂടി കൂട്ടണം 10. അവിടെ കാണുന്ന ചിഹ്നം മൈനസ് ആണ്, ആ മൈനസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. വേണമെങ്കിൽ ഒരെണ്ണം കൂടി ചെയ്യാം, -8 -5 രണ്ടും ഒരേ ചിഹ്നം, അതായത് മൈനസ്. അപ്പൊ എന്ത് ചെയ്യണം? രണ്ടും ഒരേ ചിഹ്നമായതുകൊണ്ട് 8ഉം 5ഉം കൂടി കൂട്ടി 13 എഴുതി ഇവിടെ കാണുന്ന മൈനസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എളുപ്പമല്ലേ? എളുപ്പമാണ്. ഇതാണ് ശ്രദ്ധിക്കാനുള്ള 1ാമത്തെ കാര്യം. 1. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ ഇത് കഴിഞ്ഞു. 2ാമത്തെ കാര്യം ഇത്രേ ഉള്ളൂ. ശ്രദ്ധിച്ചേ, -5 +3. ഇവിടെ നോക്കി, ഇവിടെ രണ്ടും ഒരേ ചിഹ്നമായിരുന്നു. ഒരേ ചിഹ്നം വന്നപ്പോൾ നമ്മൾ കൂട്ടി, ഒരേപോലത്തെ ആൾക്കാർ വന്നപ്പോൾ നമ്മൾ കൂട്ടി എഴുതി. ഇവിടെ നോക്കിയേ, ഇവിടെ രണ്ടും വേറെ വേറെ ചിഹ്നമല്ലേ? 3ൻ്റെ ചിഹ്നം പ്ലസ്, 5ൻ്റെ ചിഹ്നം മൈനസ്. വേറെ വേറെ ചിഹ്നമാണ്.
വേറെ വേറെ ചിഹ്നമാണെങ്കിൽ കുറയ്ക്കണമെന്ന് ഓർത്തോളണം. ഇനി അങ്ങനെ ഓർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡിഫറൻറ്റ് സൈൻ അല്ലേ, അപ്പൊ ഡിഫറൻസ് എടുത്തോളണം. ഇത്രേ ഉള്ളൂ. ഡിഫറൻറ്റ് സൈൻ ആയതുകൊണ്ട് നമ്മൾ ഡിഫറൻസ് എടുക്കും. 5ന്റെയും 3ന്റെയും ഡിഫറൻസ് എത്രയാണ്? 5ൽ നിന്ന് 3 കുറച്ചാൽ മതി. 5ൽ നിന്ന് 3 കുറച്ചാൽ 2. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ളത്, 2ന്റെ ചിഹ്നം എഴുതണം. 2ന്റെ ചിഹ്നം എങ്ങനെ എഴുതും? ഇവിടുത്തെ വലിയ നമ്പർ ഏതാണെന്ന് നോക്കണം, അതിന്റെ ചിഹ്നം അങ്ങോട്ട് എഴുതി കൊടുക്കും. ഇവിടുത്തെ വലിയ നമ്പർ 5 അല്ലേ, 5ന്റെ ചിഹ്നം എന്താണ്? മൈനസ്. വേറൊരെണ്ണം നോക്കണം, -6 + 10. ഡിഫറൻറ്റ് സൈൻ, ഇപ്പൊ ഡിഫറൻസ് എടുക്കണം. വേറെ വേറെ ചിഹ്നം, അപ്പൊ എന്ത് ചെയ്യണം? അപ്പോ കുറയ്ക്കണം. അപ്പൊ 10ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 4. ഇനി എന്ത് ചെയ്യണം? ഇവിടുത്തെ വലിയ നമ്പർ ഏതാന്ന് നോക്കണം. വലിയ നമ്പർ 10 ആണ്, 10ന്റെ ചിഹ്നം പ്ലസ്. അപ്പൊ നോക്കി അടുത്ത ഒരെണ്ണം കൂടി, -3 + 8. ഡിഫറൻറ്റ് സൈൻ, ഡിഫറൻസ് എടുക്കണം. വേറെ വേറെ ചിഹ്നം, അപ്പൊ കുറയ്ക്കണം. 8ൽ നിന്ന് 3 കുറച്ച് 5 എഴുതണം. 8ൽ നിന്ന് 3 കുറച്ച് 5 എഴുതുമ്പോൾ എത്ര വരും? ഇനി 5ന്റെ ചിഹ്നം കൊടുക്കണം. വലിയ നമ്പർ 8 ആണ്, 8ന്റെ ചിഹ്നം പ്ലസ്. ഇനി അതുപോലെ തന്നെ ഇങ്ങനെ വന്നാല 3 - 10. 10ന്റെ ചിഹ്നം മൈനസ്, 3ന്റെ ചിഹ്നം ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ പ്ലസ് ഓർത്തോളണം. ഡിഫറൻറ്റ് സൈൻ അല്ലടാ. ഡിഫറൻറ്റ് സൈൻ ആയതുകൊണ്ട് എന്തെടുക്കണം? ഡിഫറൻസ് എടുക്കണം. 10ൽ നിന്ന് 3 കുറച്ച് 7 എഴുതി. ഇവിടുത്തെ വലിയ നമ്പർ 10 ആണ്, 10ന്റെ ചിഹ്നമായ മൈനസ്. 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഏതാണ്? ഒരേ ചിഹ്നമാണെങ്കിൽ കൂട്ടണം, വേറെ വേറെ ചിഹ്നമാണെങ്കിൽ കുറയ്ക്കണം. ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? ഇത്ര ഉള്ളെന്നേ പഠിക്കാൻ. ശ്രദ്ധിച്ചേ. അപ്പൊ 2 കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. -4 -5 എന്ന് ചോദ്യം വന്നാൽ രണ്ടും ഒരേ ചിഹ്നം, കൂട്ടി 9 എഴുതി മൈനസ് ഇട്ട് കൊടുത്തു. ഇനി -3 + 7 എന്ന് ചോദ്യം വന്നാൽ വേറെ വേറെ ചിഹ്നം, കുറച്ച് 4 എഴുതി വലിയ നമ്പറിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. ഇനി ഇത് പട്ടേന്നും പറഞ്ഞ അങ്ങോട്ട് ചെയ്യാല്ല. നോക്കിയേ, ഒരേ ചിഹ്നം, അപ്പൊ 2 കൂടി കൂട്ടി 7 എഴുതി ആ ചിഹ്നം തന്നെ ഇട്ട് കൊടുത്തു. വേറെ വേറെ ചിഹ്നം, 4ൽ നിന്ന് 3 കുറച്ച് 1 എഴുതി വലിയ നമ്പറിന്റെ ചിഹ്നം മൈനസ് ഇട്ട് കൊടുത്തു. വേറെ വേറെ ചിഹ്നം, 4ൽ നിന്ന് 3 കുറച്ച് 1 എഴുതി വലിയ നമ്പറിന്റെ ചിഹ്നം പ്ലസ് എഴുതി. 4ന്റെ ചിഹ്നം മൈനസ്, 3ന്റെ ചിഹ്നം ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ എന്താണ്? പ്ലസ്. ശ്രദ്ധിക്കുക. അപ്പൊ നോക്കിയേ, വേറെ വേറെ ചിഹ്നം, 4ൽ നിന്ന് 3 കുറച്ച് 1 എഴുതി വലിയ നമ്പറിന്റെ ചിഹ്നം മൈനസ്. കൂട്ടാൻ പഠിച്ചില്ലേ? എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പം അല്ലേ? അപ്പൊ ഇനി ഒരു ചെറിയ കാര്യം കൂടി പഠിക്കണം, ഗുണിക്കാൻ. അപ്പൊ നമ്മളിപ്പോ കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചു കഴിഞ്ഞു. ഹരിക്കാൻ പഠിക്കണ്ട, അതിന്റെ വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ ഗുണിക്കാൻ പഠിക്കണം. ഗുണിക്കാൻ ഇതിനേക്കാളും എളുപ്പമാണ്. ഇതേ നോക്കൂ. ഈ പരിപാടി ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഗുണിക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പട്ടിക അല്ലെങ്കിൽ ടേബിൾ പഠിച്ചിരിക്കണം. എത്ര വരെയുള്ള ടേബിൾ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എനിക്ക് 15 വരെ അറിയാം, അല്ലെങ്കിൽ എനിക്ക് 12 വരെ അറിയാം എന്നൊക്കെ വെറുതെ പറയും. നുണയാണ്. നമുക്ക് 12 വരെ അറിഞ്ഞില്ലെങ്കിലും 15 വരെ അറിഞ്ഞില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ 10 വരെ അല്ലെങ്കിൽ 9ന്റെ ടേബിൾ വരെ അറിഞ്ഞിരിക്കണം. നിർബന്ധമാണ്. അതറിയാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി 11ഉം 12ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണിച്ചാണെങ്കിലും കണ്ടുപിടിക്കാം. അതുകൊണ്ട് 9 വരെയുള്ള ടേബിൾ അല്ലെങ്കിൽ 10 വരെയുള്ള ടേബിൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. കേട്ടല്ലോ? അതിൻ്റെ അകത്ത് 2ന്റെയും 5ന്റെയും 10ന്റെയും പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ബാക്കിയൊക്കെയാണ് പ്രശ്നം. അപ്പോൾ അത് പഠിച്ചിരിക്കണം. അത് പഠിക്കാതെ ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചു. ഗുണിക്കണമെങ്കിൽ ഈ 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. പ്ലസും കൂടി ഗുണിച്ചാൽ എന്താണ്? പ്ലസും കൂടി നിങ്ങൾ ഗുണിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ പ്ലസ് ആണ്. ഇനി മൈനസും കൂടി നിങ്ങൾ ഗുണിക്കുവാണ്, അതിൻ്റെ ആൻസറും പ്ലസ് ആണ്. ഈ 2 കാര്യങ്ങൾ പഠിച്ചില്ലേ? പ്ലസും കൂടി ഗുണിച്ചാൽ പ്ലസ് ആണ്, മൈനസും കൂടി ഗുണിച്ചാൽ എന്താണ്? പ്ലസ് ആണ്. ഇനി വേറൊരു ചെറിയ കാര്യം കൂടി, ഒരു മൈനസും ഒരു പ്ലസും ഇത് തിരിച്ചാ മറിച്ച് എങ്ങനെ വേണമെങ്കിലും ഗുണിച്ചു. ഒരു പ്ലസും ഒരു മൈനസും ഗുണിക്കുവാണെങ്കിൽ അതിൻ്റെ ആൻസർ മൈനസ് ആണ്. ഈ 2 കാര്യം മാത്രം പഠിച്ചാൽ മതി. എന്താണ്? ഒരു പ്ലസും ഒരു മൈനസും കൂടി ഗുണിച്ചാൽ മൈനസ്, മൈനസും കൂടി ഗുണിച്ചാൽ പ്ലസ്. ഇത് 2 ആയിരിക്കും മിക്കവാറും നമുക്ക് ചെയ്യാൻ അത്യാവശ്യമായിട്ട് വരുന്നത്. ഏത്? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ്. ശ്രദ്ധിച്ചു. നമ്മൾ നേരത്തെ 4ഉം 3 ഒക്കെ കൂടി കൂട്ടാനല്ലേ പഠിച്ച. ഇവിടെ നമുക്ക് ഗുണിക്കാൻ പഠിക്കും. നോക്കിയേ,
4 ഇൻറ്റു 3 എല്ലാവർക്കും അറിയാം എത്രയാണ്? 12. അത് അറിഞ്ഞിരിക്കണമെന്നാണ് പറഞ്ഞത്. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് -4 ഇൻറ്റു -3 എത്രയാണെന്ന് അറിയണം. അല്ലെങ്കിൽ 4 ഇൻറ്റു -3 എത്രയാണെന്ന് അറിയണം. അല്ലെങ്കിൽ -4 ഇൻറ്റു 3 എത്രയാണെന്ന് അറിയണം. ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, ശ്രദ്ധിച്ചോ. ഇതേ നോക്കിയേ, -4 ഇൻറ്റു -3 ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, നിങ്ങൾ ചിഹ്നവും സൈനൊക്കെ വിട്ടോ. 4ഉം 3ഉം കൂടി ഗുണിച്ച് നിങ്ങൾക്ക് 12 എന്ന് എഴുതാമല്ലോ. 12 എന്ന് എഴുതാം. ഇനിയാണ് നിങ്ങൾ സൈൻ നോക്കേണ്ടത്. സൈൻ നോക്കുമ്പോൾ ഇവിടെ 4ന്റെ ചിഹ്നം മൈനസാണ്, ഇവിടെ 3ന്റെ ചിഹ്നം മൈനസാണ്. മൈനസും മൈനസും കൂടി ഗുണിക്കുമ്പോൾ എന്താവും? പ്ലസ്. അപ്പൊ ഇവിടുത്തെ ചിഹ്നം എന്താണ്? പ്ലസ്. ഇത്രേ ഉള്ളൂ. ഇനി ഇവിടെ നോക്കി, ഇവിടെയും 4 ഇൻറ്റു 3 ആണ്. 12 എഴുതിക്കോണം, ചിഹ്നം നോക്കണ്ട നിങ്ങൾ. ഇവിടെ 4ന്റെ ചിഹ്നം പുറകിൽ നോക്കണം. പുറകിൽ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അത് പ്ലസ് ആണ്. 3ന്റെ ചിഹ്നം മൈനസ് ആണ്. പ്ലസും മൈനസും കൂടി ഗുണിച്ചാൽ അതേ നമ്മൾ പറഞ്ഞു എന്താണ്? മൈനസ്. ഇത്രേ ഉള്ളൂ. ഇതേ 4 ഇൻറ്റു 3 12 എഴുതി, 4ന്റെ ചിഹ്നം മൈനസ്, 3ന്റെ പുറകിൽ ഒന്നുമില്ലെങ്കിൽ പ്ലസ്. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ്. അപ്പൊ വേഗം പറഞ്ഞേ, -5 ഇൻറ്റു -4 എത്രയാണ്? 5ഉം 4ഉം കൂടി ഗുണിച്ച് 20 എഴുതി, മൈനസും മൈനസും കൂടി ഗുണിക്കുമ്പോൾ പ്ലസ് അല്ലേ? ആണ്. -6 ഇൻറ്റു 8. 8 ഇൻറ്റു 6 എത്രയാണ്? 48 അല്ലെങ്കിൽ 48. അതങ്ങോട്ട് എഴുതുക. ഇനി ചിഹ്നം നോക്കുക. ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. മൈനസ് ഇൻറ്റു പ്ലസ് എത്രയാണ്? മൈനസ്. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പം. ദേ ഇവിടെ നോക്കി, -7 ഇൻറ്റു 6. 7 ഇൻറ്റു 6 എത്രയാണ്? 42 അല്ലെങ്കിൽ 42. മൈനസും പ്ലസും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ മൈനസ്. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? ഇതേ കൂട്ടാനും ഗുണിക്കാനും കുറയ്ക്കാനും അറിഞ്ഞിരുന്നാൽ മതി. വേറെ കാര്യങ്ങളൊന്നുമില്ല. 10ാം ക്ലാസ് നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. കേട്ടല്ലോ? അപ്പോൾ ഇത് പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. ഇതേ ഇതിൻ്റെ ആൻസറും നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്തേ. -4 + 10. ശ്രദ്ധിക്കണം, ഇത് ഗുണിക്കാനുള്ളതല്ല, കൂട്ടാനും കുറയ്ക്കാനുള്ളതാണ്. അല്ലെങ്കിൽ 2 ചോദ്യങ്ങൾ, ഒന്ന് ഇതും ചെയ്തു. -4 ഇൻറ്റു -8. 2 ചോദ്യങ്ങൾ. 2 ചോദ്യത്തിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഭയങ്കര എളുപ്പമല്ലേ? ഇത്രേ ഉള്ളൂ. ഇത്രയും പഠിച്ചിട്ട് നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. കേട്ടല്ലോ? അപ്പോൾ ബാക്കി അടുത്ത ക്ലാസ്സിൽ.